എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് സരോജിനി നായിഡു ആരോടാണ് പറഞ്ഞത്? ഉത്തരം MS സുബ്ബലക്ഷ്മി. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരായിരുന്നു? ഉത്തരം ഹെർബർട്ട് ബേക്കർ. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം അൽ ഹിലാൽ. ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കാലാപാനി എന്നറിയപ്പെടുന്ന ജയിൽ എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ. ആരുടെ ഉദ്ബോധനം ആണ് ഇത്? ഉത്തരം BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വഡോദർ. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം വാർത്താ പദ്ധതി. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏതാണ്? ഉത്തരം വരിക വരിക സഹചരി. രചന അംശി നാരായണപിള്ള. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? ഉത്തരം KPR ഗോപാലൻ. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം റാംസേ മക്ഡൊണാൾഡ്.
വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സരോജിനി നായിഡു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം വി.ഡി. സവർക്കർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെ മാധവൻ നായർ. തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏതു ജയിലിലാണ് അടച്ചത്? ഉത്തരം നൈനി ജയിലിൽ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ശരൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആയ ശ്യാം ശരൺ വോട്ട് ചെയ്തത് ഏതു തിരഞ്ഞെടുപ്പിലായിരുന്നു? ഉത്തരം 1951 ഒക്ടോബർ 23 നടന്ന ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം.
ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഉറുദു. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് എനിക്ക് ലഭിച്ച ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു. ഇങ്ങനെ സരോജിനി നായിഡു ആരോടാണ് പറഞ്ഞത്? ഉത്തരം MS സുബ്ബലക്ഷ്മി. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23.